അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിനായാലും നല്ല ചൂടുള്ള സമയമാണല്ലോ നമുക്കിപ്പോൾ അല്ലേ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഓരോരുത്തർക്ക് മഴ കിട്ടിയെന്നറിഞ്ഞു. നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് അതിനെ തണുപ്പിക്കാൻ നല്ല ഒരു ഫ്രൂട്ട് സാലഡാണ് ഇത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തിയായ ഒരുപാട് ഫ്രൂട്ട്സുകൾ അടങ്ങിയ ഫ്രൂട്ട് സാലഡാണ്. നല്ല രുചികരമായ നമുക്ക് വേണ്ടത്ര കഴിക്കാനും പറ്റും. വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട് സാലഡ് ഐസ്ക്രീമിലൊക്കെ ചേർത്തി കൊടുക്കാൻ പറ്റിയ കസ്റ്റാർഡ് പൗഡറാണ് ഇതിന്. പിന്നെ ഇത് നമുക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൗഡറാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് ഒരു 4 ടേബിൾ സ്പൂണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് പാലെടുത്തിട്ട് അതിലാണ് കലക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് പാൽ ചൂടാക്കാനും വെക്കണം. ഇത് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന പാക്ക് പാലുണ്ടല്ലോ, ആ പാലെടുത്തിട്ട് ഒരു അര ഗ്ലാസ് എടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് ഇത് നല്ല പോലെ ഒന്ന് കലക്കി കട്ട് ചെയ്യുന്നില്ലാതെ ഉടച്ച് കലക്കി വെക്കണം. എന്നിട്ട് ഒരു പാകത്തെ കട്ടിയാക്കി കലക്കി വെക്കണം കേട്ടോ. എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ കലങ്ങി കിട്ടും. എന്നിട്ട് നമ്മൾ പിന്നെ നമുക്ക് എത്രത്തോളം ഫ്രൂട്ട് സാലഡ് വേണം അതിനനുസരിച്ച് ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു അര ഗ്ലാസ് ഒരു 200 ഗ്രാം പാലിനെ എടുത്തിട്ടില്ല ഞാനിത് കലക്കി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഫ്രൂട്ട് സാലഡ് എത്രത്തോളം ആളുകൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് പാകത്തെ ഒരു കട്ടിയിലാക്കി നമ്മളിത് കുറുക്കിയെടുത്ത് കലക്കി വെച്ചേക്കാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള പാല് ചൂടാക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇത് കുറേശ്ശെ കണ്ടോ. ഇത് ഒരു ഏകദേശം ഞാൻ അത്ര തന്നെ ഒരു 200 ഗ്രാമിൻ്റെ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു 100 ഗ്രാമോ 150 ഗ്രാമോ പാലിൻ്റെ അടുത്ത് മാത്രമേ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് കലക്കി കണ്ടോ. ഈ ഒരു കട്ടിയിലാണ് ഇത് കലക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി നമ്മൾ മറ്റേ പാൽ ചൂടാക്കാൻ വെക്കണം. ഏകദേശം ഞാൻ അര ലിറ്ററിൽ ഒരു 150 ഗ്രാം ഞാൻ ഐസ്ക്രീമിൻ്റെ കസ്റ്റാർഡ് പൗഡറിലേക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പാൽ ഞാനിത് തിളക്കൊന്നും വേണ്ട കേട്ടോ. നല്ല പോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ആ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ച പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് കുറുകി കിട്ടും. ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ തന്നെ അത് ചൂടായി വരുമ്പോൾ കുറുകി വരുമ്പോൾ വെട്ടി തിളപ്പിച്ച് കുറുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് നല്ല കട്ടിയായി നല്ല കട്ടിയിൽ വേണമെന്നില്ലവർക്ക് കൂടുതൽ കുറുക്കേണ്ടതാണ്. ഒരു പാകത്തെ കട്ടിയിലേ പാടുള്ളൂ. ഇത് ഞാൻ ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. നല്ല മധുരം വേണ്ടവർക്ക് ഇതന്നെ ഒരു മീഡിയം മധുരം, അത്യാവശ്യം മധുരം ഉണ്ടാവും. അതും കൂടി ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പാൽ വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് ഏകദേശം ഇത് നല്ല പോലെ ചൂടായി തിളക്കാൻ വേണ്ടി അത്രയും ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയിൽ നിൽക്കാതെ ഇളക്കി കൊടുക്കും വേണം. ഇളക്കൽ നിൽക്കാനേ പാടില്ല, അല്ലെങ്കിൽ കട്ട പിടിക്കും. തീ കുറച്ച് കൊടുക്കുകയും വേണം. സിമ്മിലിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ. പാല് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ പാടുമ്പോൾ അത് നമ്മൾ തീ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറേശ്ശെ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പാകത്തൊരു കട്ടി നമുക്ക് ഉണ്ടാവും. ഇതൊരു 6-7 പേർക്കൊക്കെ സുഖമായിട്ട് നല്ല പോലെ അത്യാവശ്യം കഴിക്കാനുള്ള ഫ്രൂട്ട് സാലഡ് ഉണ്ടാവും കേട്ടോ. 7 പേർക്കൊക്കെ നല്ല പോലെ ഓരോ പ്ലേറ്റ് എടുത്ത് കഴിക്കാനുണ്ടാവും. നമുക്ക് നോമ്പ് നോറ്റ് ക്ഷീണിച്ചിരിക്കുന്നവർക്കൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ നല്ല പോലെ ടേസ്റ്റോടെ കഴിക്കാൻ എല്ലാവർക്കും പറ്റും. നല്ല ക്ഷീണവും മാറ്റാം. അപ്പോൾ പഞ്ചസാര വേണ്ടാന്നില്ലവർക്ക് പഞ്ചസാര കുറച്ചാൽ മതി. ഷുഗറൊക്കെ ഉള്ളവർക്ക് പഞ്ചസാര മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഇത് കണ്ടോ, ഏകദേശം ഇത് കട്ടിയായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ പാത്രത്തിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് എടുക്കാം. ഇത് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. ഇത്ര കട്ടി വേണ്ടാന്നില്ലവർക്ക് കുറുകൽ ആ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ അത്യാവശ്യം ഞങ്ങൾക്ക് കട്ടി വേണമെന്ന് കരുതിയിട്ടാണ് ഇത്രയും കൂട്ടി കൊടുത്തത് കേട്ടോ. ഇത് ഞാൻ 2-3 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നോർമൽ സ്ഥലത്ത് തന്നെ നല്ലപോലെ തണുക്കണം. അതിന് 2-3-4 മണിക്കൂറൊക്കെ വെച്ച് കൊടുത്താൽ ഇത് അത്യാവശ്യം തണുത്ത് കിട്ടും. അപ്പോൾ ഈ തണുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടി കട്ടയോ. അത് ഇന്ന് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ ഇന്ന് ലൂസായി കിട്ടും. ഇനി ലൂസാവുന്നില്ലെങ്കിൽ നമുക്ക് പാൽ വേണമെങ്കിൽ തണുപ്പിച്ചത് പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ആപ്പിള്, അതുപോലെ ഉറുമാമ്പഴം, മുന്തിരി, നേന്ത്രപ്പഴം കേട്ടോ. നേന്ത്രക്കായ കൂടുതലിട്ടാൽ ഉറുമാമ്പഴമൊക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നേന്ത്രക്കായ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും
പിന്നെ ഉറുമാമ്പഴവും അതുപോലെ പച്ചമുന്തിരി, ചുമന്ന മുന്തിരി, പൈനാപ്പിൾ, ഒരുപാട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രൂട്ട്സ് എത്രത്തോളം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് അത്രത്തോളം ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മാത്രമേ ഞങ്ങൾ ഇടുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ചുവ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആപ്പിളും അതുപോലെ മുന്തിരിയാണ് കേട്ടോ നുറുക്കി വെച്ചത്. നേരത്തെ ഞാൻ പിന്നെ ഉറുമാമ്പഴം അതുപോലെ നേന്ത്രപ്പഴം ആണ് ഇട്ട് കൊടുത്തത്. ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് പല ഫ്രൂട്ട്സുകളും ആഡ് ചെയ്യാൻ ഇനിയും വേണമെങ്കിൽ ഇത് തന്നെ അത്യാവശ്യം നമുക്ക് ഈ പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്നും ആ കസ്റ്റാർഡിൻ്റെ ആ ക്രീം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ അത്യാവശ്യം പിന്നെ കുറച്ച് വലിപ്പമുള്ള പാത്രമാണ്. അപ്പോൾ ഇത് ഏകദേശം കട്ടിയിൽ നമുക്ക് ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡൊക്കെ തിന്നുമ്പോൾ കുറച്ച് കട്ടിയിൽ കഴിക്കണമല്ലോ ഇഷ്ടം. ലൂസിൽ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ. ലൂസിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പൊടി നമുക്ക് കുറച്ച് കൊടുത്ത് ലൂസാക്കി ഇളക്കി കൊടുത്താൽ മതി. അതല്ല എങ്കിൽ കുറച്ചും കൂടി പാലതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ല തണുത്ത ഈ ഫ്രൂട്ട് സലാഡ് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റേ. കാരണം ഇതിലേക്ക് ഞാനൊന്ന് ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചെറീസ് ഉണ്ടല്ലോ, ചെറീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ക്ഷീണിച്ച് നിൽക്കുമ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ അതേപോലെ ഈ ചൂടിൽ തന്നെ ഇനി നോമ്പ് നോക്കാത്തവർക്കാണെങ്കിലും ഈ ചൂടിൽ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മറ്റേ വാനില എസൻസിൻ്റെ ഒരു ചെറിയ രുചിയും പൈനാപ്പിളിൻ്റെ രുചിയൊക്കെ കൂടിയ പിന്നെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ വാനിലയുടെ രുചിക്കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസൻസ് 2 തുള്ളിയൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. വളരെ ഹെൽത്തിയുമാണ്, വളരെ രുചികരവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇത് നമുക്ക് ഓരോ ചെറിയ പാത്രത്തിലേക്ക് കുറേശ്ശെ എടുത്ത് എല്ലാവർക്കും സേവിക്കാവുന്ന. ഇനി നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ വേണമെങ്കിലും വളരെ രുചികരമായ ഈ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ഉണ്ടാക്കിയ ഫ്രൂട്ട് സാലഡ എന്ന് പറയാം, അതുപോലെ പുഡിംഗ് എന്ന് പറയാം കേട്ടോ. കസ്റ്റാർഡ് പുഡിംഗ് എന്ന് പറയാം. 2 രീതിയിലും ഇതിന് പേര് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നോമ്പിന് ഞാൻ ഈ ഫ്രൂട്ട് സാലഡ് ഇഷ്ടപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.